ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പാപത്തിൻ്റെ വിമോചനത്തിനായി ദൈവത്തിൻ്റെ കരുണയിലേക്കും കൃപയിലേക്കും അനുഗ്രഹങ്ങളിലേക്കും മടങ്ങി വരുവാൻ തക്കതിരുവണ്ണം അവർ തിസ്രീ മാസം 9, 10 തീയതികളിൽ പാപപരിഹാര ദിനം ആചരിച്ച് അനുഷ്ഠിച്ച് കടന്നു വരണമെന്ന് അത്യുന്നതനായ ദൈവം മോശയിലൂടെ തൻ്റെ ജനത്തോട് അരുളി ചെയ്യുന്നതിന് മുൻപ് താൻ മോശയെ തൻ്റെ പർവ്വതത്തിലേക്ക് വിളിക്കുകയും അവിടെ 40 രാവും 40 പകലും മോശ ഇരുന്നപ്പോൾ അത് ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ആയിരുന്നുവെന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായി. അതായത് പാപപരിഹാര ദിനമെന്ന ഉപാധി പാപക്ഷമയ്ക്കായിട്ട് അത്യുന്നതനായ ദൈവം തൻ്റെ ജനത്തിന് നൽകുന്നതിന് മുൻപ് തന്നെ തൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധിയോടെ വന്നിരിക്കുവാൻ തക്കതിരുവണ്ണം ഉപവാസ പ്രാർത്ഥന അത്യുന്നതനായ ദൈവം മോശയുടെ ജീവിതത്തിൽ ഉപയുക്തമാക്കി എന്ന് നമുക്ക് 2 സന്ദർഭങ്ങളിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആദ്യമായി മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ച് തൻ്റെ കൈകൊണ്ട് ചെത്തിയുണ്ടാക്കിയ കൽപ്പലകളിന്മേൽ തൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകൾ നൽകുമ്പോൾ ആ 40 ദിവസം മോശ ഒന്നും തിന്നാതെയും കുടിക്കാതെയും ഇരുന്നുവെന്ന് തിരുവചനം സാക്ഷിക്കുന്നു. അങ്ങനെ തിരുവചനത്തിലെ ആദ്യത്തെ 40 ദിന ഉപവാസ പ്രാർത്ഥന അവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ തക്കതിരുവണ്ണം മനുഷ്യൻ്റെ വിശുദ്ധിയിലേക്ക് അവനെ നയിക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്നത് ഉപവാസ പ്രാർത്ഥനയാണെന്നുള്ളത് അവിടെ തെളിയുകയാണ്. വീണ്ടും മോശ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് 2ാമത് കടന്നു ചെല്ലുമ്പോഴും അവിടെയും 40 ദിനരാത്രങ്ങൾ മോശ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇരുന്നാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൽപ്പലകൾ, അതായത് ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകൾ ഏറ്റുവാങ്ങുന്നതെന്നും നാം കാണുകയുണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ വിശുദ്ധി ആവശ്യമാണെന്നും വിശുദ്ധൻ മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നമുക്ക് വിശുദ്ധി ഉണ്ടാകണമെന്നും ആ വിശുദ്ധി പ്രാപിക്കുന്നത് ഉപവാസ പ്രാർത്ഥനയിലാണെന്നും നാം ഇതിലൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. So we find that Moses was called upon the mount to be given the tablets of stone, and Moses was there in the mount with God for 40 nights and 40 days, and we find he had fasted on that 40 days. He never ate or drank anything in those 40 days. That was the first time. And again in the second time we find Moses again called upon to the mount, and Moses went up to the mount, and there he was with God for 40 days and nights. And then again we find that Moses neither ate or drank anything. So this shows that to reach God we should be holy, and to sanctify ourselves, the process God wants us to undergo is fasting and prayer. This is very evident because those 2 40-day fasting prayers by the mighty servant of God Moses were the first 2 fasting prayers of the Bible. It's only then the Day of Atonement was instituted, or the 1-day fasting prayer was instituted. So much before that, God had showed the world that anybody who wants to reach His presence should be sanctified, should be holy, and that can be achieved only through fasting and praying. So we find that later on the children of Israel began observing this annual 24-hour Day of Atonement or fasting prayer, and eventually it multiplied, and people used to have more than once in a year these fasting prayers. So we find the first 2 fasting prayers in the Bible were the 2 fasting prayers, 40-day fasting prayers observed by Moses. Now we find that the 3rd 40-day fasting prayer in the Old Testament was observed by the mighty prophet Elijah, and that too in a special circumstance. It was entirely different from the first 2 fasting prayers
ഒബ്സർവ്ഡ് ബൈ മോസസ്. നാം തിരുവചനത്തിൽ ആദ്യത്തെ 2 ദിന ഉപവാസ പ്രാർത്ഥനകൾ മോശയിലാണ് അനുഷ്ഠിക്കപ്പെട്ടതെന്ന് നാം കണ്ടു. എന്നാൽ 3-ാമത്തെ 40 ദിന ഉപവാസ പ്രാർത്ഥന ഏലിയ പ്രവാചകനാണ് അനുഷ്ഠിക്കുന്നത്. വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് ആ ഉപവാസ പ്രാർത്ഥന ഏലിയ പ്രവാചകൻ അനുഷ്ഠിക്കുന്നത്. ദേശത്തെല്ലാം കഠിനമായ ക്ഷാമമുണ്ടായി. ഇസ്രായേൽ രാജാവായ ആഹാബും അവൻ്റെ ഭാര്യ ഇസബലും അന്യദൈവങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങി. ജനമെല്ലാം ബാലിനെ സേവിച്ചു. ദൈവത്തെ മറന്നുകൊണ്ട് ബാലിനെയും അശേരാ പ്രതിഷ്ഠകളെയും ആരാധിച്ചപ്പോൾ ദൈവം അവരുടെ മേൽ കഠിനമായ ക്ഷാമം വരുത്തി, കഠിനമായ വരൾച്ച വരുത്തി. 3 വർഷക്കാലം മഴ പെയ്യാതെ ദേശമെല്ലാം കഠിനമായ വരൾച്ചയിലും ക്ഷാമത്തിലുമായി. അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവം തൻ്റെ പ്രവാചകനായ ഏലിയാവിനെ കാത്തു സൂക്ഷിച്ചതൊരു പ്രത്യേക വിധത്തിലായിരുന്നു. ദേശത്ത് ഭക്ഷണമില്ലാതെ ജനമെല്ലാം വലയുമ്പോൾ, കഠിനമായ വരൾച്ചയിലും ക്ഷാമത്തിലും ജനങ്ങൾ ചത്തൊടുങ്ങുമ്പോൾ അത്യുന്നതനായ ദൈവം തൻ്റെ വിശ്വസ്ത പ്രവാചകനായ ഏലിയാവിനെ യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർപ്പിച്ചു. ഏലിയാ പിതാവ് കെരീത്ത് തോട്ടിലെ വെള്ളം കുടിച്ചു. എന്നിട്ട് അവന് ഭക്ഷിക്കുവാൻ തക്കവണ്ണം ഓരോ അപ്പം സ്വർഗത്തിൽ നിന്ന് അത്യുന്നതനായ ദൈവം കാക്കകളുടെ കയ്യിൽ കൊടുത്തയക്കുന്നതായിട്ട് നാം വായിക്കുന്നു. അങ്ങനെ സ്വർഗത്തിലെ അപ്പം കൊണ്ട് പരിപോഷിക്കപ്പെട്ട് കെരീത്തിലെ വെള്ളം കുടിച്ച് ഈ ക്ഷാമകാലത്ത് ഈ വരൾച്ചയുടേതായിട്ടുള്ള അവസ്ഥയിൽ മുൻപോട്ട് പോകുമ്പോൾ അതികഠിനമായ വരൾച്ച നിമിത്തം കെരീത്തിലെ വെള്ളം വറ്റിപ്പോവുകയാണ്. അപ്പോൾ ദൈവം അവിടെ നിന്നും ഏലിയാവിനെ സാരാഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് അയക്കുന്നു. ആ വിധവയും അവളുടെ മകനും കഠിനമായിട്ടുള്ള ക്ഷാമനിമിത്തം അവശേഷിച്ചിരുന്ന തങ്ങളുടെ അവസാനത്തെ ഭക്ഷണം കഴിച്ച് മരിക്കുവാൻ തയ്യാറെടുക്കുന്ന അവസ്ഥയിലാണ് ഏലിയാവ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഏലിയാവ് അവരോട് ഭക്ഷണം ചോദിക്കുമ്പോൾ അവരുടെ അവസ്ഥ പറയുന്നുവെങ്കിലും അവർ തങ്ങൾ അവസാനമായി ഭക്ഷിക്കുവാനായി പാകം ചെയ്തിരുന്ന ഭക്ഷണത്തിൽ ഒരു ഭാഗം അവർ ഏലിയാവിന് നൽകുകയാണ്. അങ്ങനെ ഏലിയാവ് ഭക്ഷിച്ച് അവരെ അനുഗ്രഹിച്ച് അവിടെ താമസിക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചു. ഏലിയാവ് അവരോട്, നിൻ്റെ കലത്തിലെ മാവോ കുറ്റിയിലെ എണ്ണയോ ഈ ക്ഷാമകാലം തീരുന്നതുവരെയും കുറയുകയില്ല എന്ന് കൽപ്പിക്കുകയും അങ്ങനെ ആ വിധവയും അവളുടെ കുടുംബവും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ ക്ഷാമകാലത്തെ നേരിട്ട് മുൻപോട്ട് പോവുകയാണ്. ദൈവം അവരെ ക്ഷേമമായിട്ട് പോറ്റി. അപ്പോൾ ഏലിയാവിന് അത്യുന്നതനായ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് നിന്നെ തന്നെ ആഹാബിനെ കാണിക്കുക. ആഹാബിനെ ഏലിയാവ് ആളയച്ചു വരുത്തി. ആഹാബ് ഏലിയാവിനെ കണ്ടു. അപ്പോൾ ഏലിയാവ് ഒരു വ്യവസ്ഥ മുൻപോട്ട് വെച്ചു, നീ എല്ലാ ഇസ്രായേലിനെയും കർമ്മേൽ പർവ്വതത്തിൽ കൂട്ടി വരുത്തുക. മാത്രമല്ല ബാലിൻ്റെ 480 പ്രവാചകന്മാരെയും അശേരയുടേതായിട്ടുള്ള 400 പ്രവാചകന്മാരെയും അവിടെ കൂട്ടി വരുത്തണം. അങ്ങനെ ജനമെല്ലാം കൂടി വന്നു. 850 അന്യദൈവങ്ങളുടെ ബാലിൻ്റെയും അശേരുടെയും പ്രവാചകന്മാരും അവിടെ കൂടി വന്നു. അത്യുന്നതനായ ദൈവത്തിന് വേണ്ടി ഏലിയാവ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏലിയാവ് 2 കാളകളെ ഒരുക്കുവാൻ കൽപ്പിച്ചു. ഒരു കാളയെ ബാലിൻ്റെ 850 പ്രവാചകന്മാർക്ക് യാഗമായിട്ട് അർപ്പിക്കുവാൻ തക്കവണ്ണം അതിനെ കഷണമാക്കി യാഗപീഠത്തിൽ വെച്ച് മുൻപോട്ട് പോകാൻ കൽപ്പിച്ചു. അവർ അപ്രകാരം ആ യാഗത്തിനായിട്ട് ആ കാളയെ അറുത്ത് അവിടെ വെച്ചു. എന്നിട്ട് ഏലിയാവ് തനിക്ക് വേണ്ടിയിട്ട് മറ്റേ കാളയെ വേർതിരിച്ചു, അതിനെ യാഗത്തിനായിട്ട് അർപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഈ യാഗത്തെ ദഹിപ്പിക്കുന്ന ദൈവമാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവം. അപ്പോൾ ജനമെല്ലാം ഇത് നല്ല വാക്കാണ്, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ബാലിനോട് പ്രാർത്ഥിക്കുവാൻ ഏലിയാവ് അവർക്ക് അവസരം നൽകി. വൈകുന്നേരം വരെയും ബാലിനോട് അവൻ്റെ പ്രവാചകന്മാരായ 850 പേര് നിലവിളിച്ചിട്ടും തീ ഇറങ്ങിയില്ല. അവസാനം തീ ഇറങ്ങാഞ്ഞപ്പോൾ യഹോവയാം ദൈവത്തോട് ഏലിയാവ് നിലവിളിക്കുകയും സ്വർഗത്തിൽ നിന്ന് ദൈവം തീ ഇറക്കി അതേ ദൈവത്തിന് വേണ്ടി ഒരുക്കിയിരുന്ന യാഗവസ്തുക്കളെ യാഗപീഠത്തെ ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ജനമെല്ലാം യഹോവ തന്നെ ദൈവമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
കുമ്പിട്ട് ദൈവത്തെ നമസ്കരിച്ചു. അപ്പോൾ ഏലിയാവ് ആ ജനത്തോട് പറഞ്ഞ്, ഈ പ്രവാചകന്മാരെ മുഴുവൻ കൊന്നുകളയുക. അവർ ബാലിൻ്റെയും അശൂരയുടെയും പ്രവാചകന്മാരെ പിടിച്ച് കീശോത്തോട്ടിൻ്റെ അരികിൽ ചെന്ന് വെട്ടിക്കൊന്നു. ഈ വാർത്ത ആഹാബിൻ്റെ രാജ്ഞിയായ ഇസബേൽ അറിഞ്ഞപ്പോൾ അവളൊരു ദൂതനെ ഏലിയാവിൻ്റെ അടുത്തേക്ക് അയച്ചു. നാളെ ഈ സമയമാകുമ്പോഴേക്കും നിനക്കും എൻ്റെ പ്രവാചകന്മാർക്കുണ്ടായ അവസ്ഥ ഉണ്ടാകും എന്ന് കൽപ്പിക്കുകയാണ്. ഏലിയാവ് ഭയന്നു. അവൻ ഭയവിഹ്വലനായിട്ട് ഓടിപ്പോയി തൻ്റെ ഭൃത്യനുമായിട്ട് ബെർശേബ മരുഭൂമിയിൽ ചെന്ന് ഭൃത്യനെ അവിടെ വിട്ട ശേഷം അവന് അതേ വീണ്ടും മുൻപോട്ട് ഒരു ദിവസത്തെ ദൂരം കടന്നു ചെന്നു. ഒരു ചൂരച്ചെടിയുടെ ചുവട്ടിൽ അവർ കിടന്നു. അവൻ ഇസബേലിൻ്റെ ആ ഭീഷണിയിൽ ഭയപ്പെട്ട് ദൈവത്തോട് തൻ്റെ ജീവനെ എടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. മതി യഹോവേ മതി, അത് എൻ്റെ ജീവനെ എടുത്തു കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചൂരച്ചെടിയുടെ തണലിൽ അവൻ കിടന്നുറങ്ങുകയാണ്. പക്ഷേ ദൈവം അവൻ്റെ ജീവനെ എടുക്കുകയല്ല, തൻ്റെ ദൂതനെ അയച്ച് അവന് ഭക്ഷിക്കുവാനും കുടിക്കുവാനുമായിട്ട് ദൈവം അവിടെ മുഖാന്തരം ഒരുക്കുകയാണ്. അവനെ ദൂതൻ വിളിച്ചുണർത്തി ആ തലയ്ക്കൽ അവന് വെച്ചിരിക്കുന്ന അപ്പവും ഒരു തുരുത്തി വെള്ളവും കണ്ടു. അവനത് ഭക്ഷിച്ച് കുടിച്ച ശേഷം വീണ്ടും കിടന്നുറങ്ങുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ ഏലിയാവിനെ വിളിച്ചുണർത്തി രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും എഴുന്നേറ്റ് ഭക്ഷിക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഏലിയാവ് ഭക്ഷിച്ചതിന് ശേഷം അവൻ ഹോരേബിനെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുകയാണ്. 40 രാവും 40 പകലും ഒന്നും ഭക്ഷിക്കാതെ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലേക്ക് ഏതാണ്ട് 150 മൈൽ ദൂരമുള്ള ആ ഹോരേ പർവ്വതത്തിലേക്ക് അവൻ നടക്കുകയാണ്. അത്യുന്നതനായ ദൈവം 2 പ്രാവശ്യം മോശയോട് സംസാരിച്ച, 2 പ്രാവശ്യം മോശപിതാവ് 40 ദിവസം ഉപവസിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഏറ്റുവാങ്ങിയ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ആ ഹോരേ പർവ്വതത്തിലേക്ക് ഏലിയാവ് കടന്നു പോവുകയാണ്. 40 രാവുകൾ 40 പകലുകൾ അവൻ നടക്കുന്നു. മോശയുടെ 40 ദിന ഉപവാസ പ്രാർത്ഥനയും ഏലിയാവിൻ്റെ 40 ദിന ഉപവാസ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യസ്തത എന്തെന്നാൽ, മോശ പിതാവിനെ അത്യുന്നതനായ ദൈവം പർവ്വതത്തിലേക്ക് വിളിച്ച് അതേ 40 ദിവസങ്ങൾ അവിടെ ഇരുത്തി അവൻ ആ ദിവസങ്ങളാണൊന്നും ഭക്ഷിക്കാതിരുന്നത്. ഇവിടെ ഏലിയാവിനെ ദൈവം വിളിക്കുന്നില്ല. തൻ്റെ സ്വന്തം തീരുമാനപ്രകാരമാണ് ഏലിയാവ് ഭക്ഷണം വെടിഞ്ഞുകൊണ്ട് ഹോരേബിലേക്ക് കടന്നു പോകുന്നത്. ഹോരേബിൽ ചെന്നാൽ ദൈവം അവനോട് സംസാരിക്കുമോ എന്നുള്ള കാര്യം ഏലിയാവിന് തിട്ടമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കാരണം അവൻ പോവുകയാണ്. അതിനു മുമ്പ് ഇതുപോലൊരു സമാനതയില്ല. മോശ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അത് മോശയെ ദൈവം വിളിച്ചിട്ടാണ്. അങ്ങനെയാണ് അവിടെ ഇരുന്ന് 40 രാവും 40 പോലെ ഉപവസിച്ചത്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് മാത്രമേ തന്നെ രക്ഷിക്കാനാവൂ എന്ന് ഉറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മോശ പിതാവിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ ദൈവം നിർദ്ദേശിച്ച അല്ലെങ്കിൽ ദൈവം ഉപയുക്തമാക്കിയ അതേ മാർഗം ഏലിയാവ് സ്വയമായിട്ട് ഉപയുക്തമാക്കുകയാണ്. അവൻ ഭക്ഷണം കഴിക്കാതെ 40 പകലും 40 രാവും അവൻ നടന്ന് അവൻ ഹോരേബിൽ ചെന്നു. അവിടെ ഒരു ഗുഹയിൽ പാർത്തു ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം അവൻ്റെ അടുക്കിലേക്ക് വന്നു. അവനോട് ചോദിക്കുക, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നീ പുറത്ത് വരിക. വി ഫൈൻഡ് Elijah in despair because Jezebel had told him that his fate would be like one of the prophets whom he had slaughtered. He had slaughtered 850 prophets of Baal and Asherah. So Elijah was afraid, and we find him running away to the deserts, wilderness of Beersheba. He left his servant there and traveled again for one more day. And we find him taking shelter under a juniper tree. He was sleeping there, and God sent his angel to wake him up. And God sent him food and water. And we find that the angel of God wakes him up.
he eats the food and drinks the water and sleeps again. Again, we find God sending him his angel who woke him up and again gave him the food and told him that he has to travel a big distance. So we find Elijah eating the food and then he sets out on a journey to Horeb. He wanted to be in the presence of the Almighty God, and he knew how he could meet God from the experience what Moses had. But there was a great difference. See, Moses was in the presence of God because God had called him, and Moses didn't fast and pray for 40 days according to his own will. It was because he was in the presence of God and he had no food to eat and nothing to drink. So he had to fast there compulsorily, and he was in the presence of God without food and drink. But we find in the case of Elijah, God had not called him to the Mount of Horeb. And it was his own decision to meet God. And he was determined to meet God because he knew that only through a fasting prayer he can sanctify himself and reach the holy presence of God. So with the food that he had taken, he begins to walk. It's not a small walk. He had to walk 150 miles to reach the Mount Horeb. And we find him reaching Horeb and hiding himself in a cave. We find God speaks to him. Why do you come? God speaks to Elijah. And then Elijah explains the situation. അതെ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അത് ദൈവത്തോട് ഏലിയാവ് തൻ്റെ സങ്കടങ്ങളൊക്കെയും പറയുകയാണ്. അതെല്ലാം കേട്ട ശേഷം ദൈവം ഏലിയാവിനോട് അതെ നീ പുറത്തു വരിക. ഏലിയാവ് പുറത്തു വന്നു. അപ്പോൾ യഹോവ തൻ്റെ മുൻപിലൂടെ കടന്നുപോയി. പർവ്വതം കീറി പാറകളെ തകർത്ത് കൊടുങ്കാറ്റ്, അത് കഴിഞ്ഞ് ഒരു ഭൂകമ്പം, അതിനുശേഷം ഒരു തീയും കടന്നുപോയി. ദൈവം കടന്നു വരികയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഏലിയാവ് മുൻപിൽ നിൽക്കുകയാണ്. ഗുഹയ്ക്ക് പുറത്തിറങ്ങി വന്ന് നിൽക്കുമ്പോൾ അത്യുന്നതനായ ദൈവം അവൻ്റെ മുൻപിലൂടെ കടന്നു പോവുകയാണ്. ആദ്യമായിട്ട് പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്ത കൊടുങ്കാറ്റ്, അത് കഴിഞ്ഞതിന് ശേഷം ഒരു തീ കടന്നുപോയി. എന്നിട്ട് അതിനെല്ലാം ശേഷം ഒരു മൃദുസ്വരം ഏലിയാവ് കേട്ടു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഏലിയാവ്, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ആ മൃദുസ്വരത്തിൽ ഏലിയാവിനുള്ള അനുകമ്പയും സ്നേഹവും അലിഞ്ഞു ചേർന്നിരുന്നു. ഏലിയാവ് വീണ്ടും അവൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. എപ്രകാരമാണ് ഇസാബേൽ അവൻ്റെ ജീവൻ ഹാനി വരുത്തുവാൻ നോക്കുന്നതൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായ കാര്യം, യഹോയാം ദൈവം അവനോട് അതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. മാത്രമല്ല, അവനോട് പറയുന്നത് ഈ വന്ന വഴിയല്ല, പിന്നെ അതിന് ഇരട്ടി ദൂരമുള്ള മറ്റൊരു വഴിയെ മടങ്ങിപ്പോകാനാണ്. 150 മൈലോളം നടന്നു വന്ന ഏലിയാവിനോട് അത്യുന്നതനായ ദൈവം കൽപ്പിക്കുകയാണ് 300 മൈലുള്ള മറ്റൊരു വഴിയെ മടങ്ങിപ്പോകുവാൻ. എന്നിട്ട് അവന് 3 പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ നൽകുകയാണ്. അസായേലിനെ ആരാമ്യ രാജാവായിട്ട് വാഴിക്കണം, യേഹൂവിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി വാഴിക്കണം, മൂന്നാമതായിട്ട് നിൻ്റെ പിൻഗാമിയായി ഏലീശയെ വാഴിക്കണം. അങ്ങനെ ഈ 3 പേരെ അഭിഷേകം ചെയ്യുവാൻ തക്കതിന് അത്യുന്നതനായ ദൈവം ഏലിയാവിനോട് കൽപ്പിക്കുകയാണ്. അവനെ സൂക്ഷിക്കാമെന്നോ ഇസാബെല്ലെ തകർക്കാമെന്നോ ഒന്നും ദൈവം അവരോട് പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെ ദൗത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവം സൂക്ഷിക്കുമെന്നുള്ള വിശ്വാസമുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ. നിരാശയില്ലാതെ, ഭയമില്ലാതെ, സംശയമില്ലാതെ ദൈവത്തിൻ്റേതായിട്ടുള്ള ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാവലും കൃപയും കൂടെ ഉണ്ടാകും എന്നുള്ള ആ അചഞ്ചലമായ വിശ്വാസം കൊണ്ട് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യന് കഴിയൂ. ഏലിയാവ് പിന്നീട് മറ്റൊന്നും ചോദിച്ചില്ല. തന്നോട് കൽപ്പിച്ച പ്രകാരം അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. God spoke to Elijah and told him he has to go back in a different way. He had to travel double the distance, about 300 miles. At the same time, he told them that he has to anoint Hazael as the king of Aram. Then he had to anoint Jehu as the king of Israel. And also he had to anoint Elisha
as his successor. So God gave him 3 responsibilities, and without any haste, Elijah takes up that great responsibility and goes forward. He never more asked God about protection. He never more told God that Jezebel was waiting to finish him off. He was not bothered at all, because he knew that the Almighty God will be with him when he sets out for the goals God had set for him. And we find Elijah going forward. തനിക്ക് വേണ്ടിയിട്ട് ദൈവം കാവലൊരുക്കുമെന്നും തന്നെ ഉള്ളങ്കയിൽ സൂക്ഷിക്കുമെന്നും ഏലിയ പ്രവചനം നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം അവൻ ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ആത്മീയ യാത്രയിൽ മുൻപോട്ടിറങ്ങുന്ന നമുക്ക് ഇതൊരു പാഠമാകണം. പലപ്പോഴും പല ഭീഷണികൾ കേട്ട്, പല കിംവദന്തികൾ കേട്ട് ഭയവിഹുലരായി, നിരാശയിലായി ദൈവത്തിൻ്റെ ദൗത്യങ്ങൾക്കായിട്ട് മുൻപോട്ടിറങ്ങുവാൻ അനേകർക്ക് മടിയാണ്, പേടിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൗത്യം നൽകുന്നത് ദൈവമാണെങ്കിൽ അത് പൂർത്തിയാക്കുവാൻ ദൈവത്തിൻ്റെ കാവലും കൃപയും സദാ ഉണ്ടാകും. ഇവിടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഏലിയാവ് കടന്നു വരുമ്പോൾ അത് ദൈവം കൽപ്പിച്ചിട്ടല്ലായിരുന്നു. ദൈവത്തിൻ്റെ അടുത്തേക്ക് അവൻ കടന്നു വരുമ്പോൾ അവനൊരു കാര്യം അറിയാമായിരുന്നു. ദൈവം കൽപ്പിച്ചിട്ടല്ലെങ്കിൽ പോലും 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം അവൻ്റെ അടുത്തേക്ക് കടന്നു വരുമെന്നുള്ളത് ഏലിയാവിന് ഉറപ്പായ വിശ്വാസമായിരുന്നു. അന്നും ഇന്നും 40 ദിനരാത്രങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ഉപവസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ഉപവസിക്കുമ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമെന്നുള്ളത് ബലഹീനായ എൻ്റെ എളിയ അനുഭവം കൂടിയാണ്. 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുമ്പോൾ, അതേ ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, അത്യുന്നതനായ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള തീഷ്ണതയിൽ അവന് വേണ്ടിയിട്ട് അവൻ്റെ കൽപ്പന പ്രകാരം അവൻ്റെ പ്രമാണങ്ങൾ ആചരിച്ചുകൊണ്ട് നാം 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരിക മാത്രമല്ല, അവൻ്റെ അതിമഹത്തായ ദൗത്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുക മാത്രമല്ല, ആ ദൗത്യങ്ങൾ പൂർണ്ണമാക്കുവാൻ തക്കതിനുവണ്ണം ഉള്ള എല്ലാ മുഖാന്തരങ്ങളും ഒരുക്കി ദൈവം നടത്തുമെന്നുള്ളതിൻ്റെ അതിമഹത്തായ ഉദാഹരണമാണ് ബലഹീനായ ഞാൻ. അപ്പോൾ 40 ദിനരാത്രങ്ങൾ ഒന്നല്ല, അതിലധികം ഉപവസിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ന് ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്ന എളിയ സ്ഥാനങ്ങളൊക്കെയും പ്രകാശിതമാകുവാൻ തക്കോണം എനിക്ക് കഴിഞ്ഞിട്ടുള്ളതൊക്കെയും ഈ 40 ദിനരാത്രങ്ങളിലെ ഉപവാസ പ്രാർത്ഥനകളാണ്. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നാം ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളുടേതായിട്ടുള്ള മഹത്വമനുസരിച്ച്, മഹിമയനുസരിച്ചാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിനു വേണ്ടി അതിമഹത്തായ ദൗത്യങ്ങൾ ഏറ്റെടുത്ത പിതാക്കന്മാരെ പോലെ 40 രാവും 40 ഉപവസിച്ച് ദൈവത്തിൻ്റേതായിട്ടുള്ള ദൗത്യങ്ങൾ പൂർത്തിയാക്കിയ അതിമഹത്തായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ മാർഗ്ഗദീപങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവും ദൈവമേ, ബലഹീന ഞങ്ങളവിടെ തിരുസന്നിധിയിലേക്ക് കടന്നു അവിടത്തേക്ക് വേണ്ടി അതിമഹത്തായ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് കർത്താവെ മുൻപോട്ട് പോയ ഏലിയാ പിതാവിനെ അങ്ങ് വരവേറ്റത് സ്വർഗത്തിൽ നിന്ന് ആഗ്നേയരഥങ്ങൾ ഇറക്കിയാണ്, അഗ്നിഅശ്വങ്ങൾ ഇറക്കിയാണ്. ഞങ്ങൾ അവിടത്തേക്ക് വേണ്ടി അതിമഹത്തായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, അവ പൂർത്തീകരിക്കുമ്പോൾ, അതേ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് വിശുദ്ധി പ്രാപിച്ചു അവിടുത്തെ സ്ഥിതി നിൽക്കുമ്പോൾ അവിടെ നിന്നും ഞങ്ങൾക്ക് ഉത്തരവിടുന്ന ദൈവമെന്ന് ഒരിക്കൽ കൂടി ജനത്തോട് സാക്ഷിപ്പാൻ ബലഹീന എന്നെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. അവിടുത്തെ പുനഃനാമം മഹത്വപ്പെടുവാൻ തക്കോണം, അവിടുത്തേക്ക് വേണ്ടി അതിമഹത്തായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കോണം, 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചുകൊണ്ട് അവിടുത്തേക്ക് വലിയ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുവാൻ തക്കോണം അടിനെ കേൾക്കുന്ന ഈ മക്കളെ ചിലർക്കെങ്കിലും സഹായിക്കണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.